1963 ഡിസംബർ 30-നാണ് ബാക്കിയാത്തിൽ നിന്ന് പഠനം പൂർത്തിയാക്കി നാട്ടിൽ തിരിച്ചെത്തുന്നത്. മൗലവി ഫാദിൽ ബാക്കവി MFB എന്നാണ് അവിടുത്തെ സനദിന്റെ പേര്. പേരിനോടൊപ്പം ആ ബിരുദവും കൂടി ചേർത്തുള്ള ഒരു സീലും വെല്ലൂരിൽ നിന്ന് തന്നെ ഉണ്ടാക്കിച്ചു. എന്റെ ശേഖരത്തിലുള്ള കിതാബുകളിലെല്ലാം ആ സീൽ പതിപ്പിച്ചു. കിതാബുകളും നോട്ട് ബുക്കുകളും മാത്രമായിരുന്നു തിരിച്ചു കൊണ്ടുപോകാൻ കാര്യമായി ഉണ്ടായിരുന്നത്. 1-2 ജോഡി ഡ്രസ്സും പിന്നെ കത്തുകളുടെ വലിയൊരു ശേഖരവും. പായ, തലയിണ, വിളക്ക് തുടങ്ങി മറ്റു വസ്തുക്കളെല്ലാം പുതുതായി വരുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി കരുതി വെക്കലാണ് പതിവ്. മഗ്‌രിബിനു ശേഷമാണ് ബാക്കിയാത്തിൽ നിന്ന് ഇറങ്ങിയത്. ഒരു വെളുപ്പാൻ നേരത്താണല്ലോ 3 വർഷം മുമ്പ് ഇവിടെ എത്തിയത് എന്നോർത്തു. ഇന്നിപ്പോൾ ഒരസ്തമയത്തിനു ശേഷം പടിയിറങ്ങുകയാണ്. അതിനു മുന്നേ ബാനി ഹസ്രത്തിന്റെ മക്ബറ ഒരിക്കൽ കൂടി സിയാറത്ത് ചെയ്തു. ബാലേട്ടന്റെ മുൻകൈയിൽ ഏർപ്പെടുത്തിയ സ്പെഷ്യൽ ബോഗിയിൽ ആയിരുന്നു യാത്ര. 3 വർഷത്തിനിടക്കുള്ള യാത്രകളിലൂടെ കാട്ട്പാടി കോഴിക്കോട് റൂട്ട് ഇതിനകം പരിചിതമായി കഴിഞ്ഞിരുന്നു. ജീവിതത്തിലെ മറ്റൊരു ഘട്ടത്തിന്റെ തുടക്കമെന്നോണം വെളുപ്പാൻ നേരത്ത് കോഴിക്കോട് വന്നിറങ്ങി. ട്രെയിൻ ഇറങ്ങിയപ്പോഴുണ്ട് കാന്തപുരത്ത് നിന്നും വലിയൊരു സംഘം ആളുകൾ തട്ടാരിപ്പറമ്പിൽ ആലി ഹാജിയുടെയും അഹമ്മദ് കുട്ടി ഹാജിയുടെയും നേതൃത്വത്തിൽ വാഹനങ്ങളുമായി സ്വീകരിക്കാൻ വന്നിരിക്കുന്നു. സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി. അവർ കൊണ്ടുവന്ന മൊയ്തീൻ ഹാജിയുടെ കാറിൽ എന്നെ കയറ്റി നേരെ നാട്ടിലേക്ക് പോയി. ഒരു കാറിൽ ആദ്യമായി കോഴിക്കോട് നിന്ന് കാന്തപുരത്തേക്ക് യാത്ര ചെയ്തത് അന്നായിരുന്നു.